പൂവള്ളി വാസവദത്ത നമ്പൂതിരി. നോമിന്റെ പ്രവചനം എല്ലാം അച്ചട്ടായിരുന്നു. പ്രളയം വരുമെന്ന് പറഞ്ഞു, വന്നോ? കൊറോണ എന്ന രോഗം ലോകത്തെ നശിപ്പിക്കുമെന്ന് പറഞ്ഞു, വന്നോ? നിങ്ങളിത് പ്രവചിച്ചെന്ന് നമ്മളെങ്ങനെ അറിയും? അതൊക്കെ അറിയണമെങ്കിൽ അരവിന്ദ് 77 എന്ന് പറഞ്ഞ അക്കൗണ്ട് ഫോളോ ചെയ്യണേ. വെറുതെ വ്യൂ ചെയ്ത് വിടുന്ന കുറെ ശുംഭന്മാരുണ്ട്. ഇവന്മാരൊന്ന് ലൈക്ക് ചെയ്തോ ഒന്ന് ഫോളോ ചെയ്തോ വെക്കൂടെ? ഏത് അതിന്റെ ഇടയിൽ കൂടെ എല്ലാത്തിന്റെ ഇടയ്ക്കും നമ്മളെ ഞം പോട്ടെ. ഏതാ വന്ന കാര്യം വിട്ടു. എന്താ തനിക്ക് പ്രശ്നം? എന്റെ സമയം ശരിയല്ല. സമയം ശരിയല്ലെങ്കിൽ പുതിയ വാച്ച് വാങ്ങി ഇട്ടാ പോലെ. ഫണ്ട് തന്നെ. ഈ ഫണ്ട് അങ്ങോട്ട് ഇട്ടിട്ട് ഈ ജാതകം പിടിക്കുക. നീ തരിക. താങ്കൾക്ക് വേറെ പ്രശ്നമൊന്നും കാണുന്നില്ലല്ലോ. അത് പണ്ട് എഴുതിയ ജാതകമാണ്. ഇനി വല്ല അപ്ഡേഷൻ വേണമെങ്കിലും. എന്താ തന്റെ പ്രശ്നം? ഞാൻ നേരിട്ട് പറഞ്ഞോളൂ. ഞാനിപ്പോൾ എന്ത് ചെയ്താലും ചെന്ന് അവസാനിക്കുന്ന എന്തെങ്കിലും പ്രശ്നത്തില്ല. ഒരു ഉദാഹരണം പറയാം. ഞാനൊരു സ്റ്റോക്ക് മാർക്കറ്റിംഗ് തുടങ്ങി. അതിന് ഞാൻ 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ഇരട്ടിച്ച് 10000 കിട്ടുമെന്ന് പറഞ്ഞു. ഒരു OTP വന്നു. OTP പറഞ്ഞു കൊടുത്താൽ 10000 രൂപ ബാങ്കിൽ ഇട്ടുതരാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ 10000 കിട്ടിയില്ലെന്നുമല്ല, കയ്യിലുള്ള എല്ലാം പോയി. ബാങ്ക് ബാലൻസ് 0 ആയി. ഇതിന് വല്ല പ്രതിവിധി ഉണ്ടോ? താൻ കാണിച്ചു വെച്ച കഴപ്പിനെ താൻ എന്താണ് പിന്നെ അനുഭവിക്കണ്ടേ? അതിന് ജാതകത്തെ കുറ്റം പറയാ? അല്ല, കബഡിയോ എന്തെങ്കിലുമൊക്കെ നിരത്തി നോക്കി. എന്തെങ്കിലും ഒരു പ്രതിവിധി കാണാതിരിക്കത്തില്ലല്ലോ. കബഡി നടത്താനോ? കബഡി നടത്താൻ പഴയ കബഡി നശിച്ചിരിക്കുകയാണ്. പുതിയ കബഡി ഓൺലൈൻ ഓർഡറിലാണ്. ഞാൻ നോക്കട്ടെ, ഇനി ഒറ്റ പ്രതിവിധിയെ കാണുന്നുള്ളൂ. അവിടെ ഇരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്ത് ഒരു 1500 രൂപ ഗൂഗിൾ പേ ചെയ്യുക. ഇട്ടിട്ടുണ്ട്. ആ ശബ്ദം കേൾക്കാൻ തന്നെ എന്താ ഒരു കുളിർമ. 5 ദിവസം കഴിഞ്ഞ് വന്നാൽ താങ്കൾക്ക് ഞാൻ ആ ബ്രഹ്മാണ്ഡ ചരട് കെട്ടിത്തരാം. പിന്നെ തനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ശരി എന്നാ. ഡെയിലി ഇതുപോലെ കുറെ മണ്ടന്മാരെ ദൈവം വിട്ടായിരുന്നെങ്കിൽ നമ്മുടെ ബിസിനസ്സിനൊരു ഡള്ള് വരാതിരുന്നേനെ. ഏതാ